അത്യന്തം നാടകീയവും ക്രൂരവുമായ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നടക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടുകയും നാടുകടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ അമേരിക്കൻ വിരുദ്ധ ചേരിയിലെ പ്രബല രാജ്യമായ ചൈനയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു രാജ്യം മാത്രം ലോകത്തിന്റെ ജഡ്ജിയാകാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ചൈനയുടെ നിലപാട്. എന്താണ് ചൈന നൽകുന്ന മുന്നറിയിപ്പ്? അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ചൈനക്കൊപ്പം അമേരിക്കൻ നിലപാടുകളെ വിമർശിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അവരെന്താണ് പറഞ്ഞത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിക്കോളാസ് മഡൂറോയെ ആക്രമിച്ച് പിടികൂടി നാടുകടത്തിയത്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചാണ് അമേരിക്ക ഈ നീക്കം നടത്തിയത്. നിലവിൽ ന്യൂയോർക്കിലെ ഒരു തടങ്കൽ കേന്ദ്രത്തിലാണ് അദ്ദേഹം ഉള്ളത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് സിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദാറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം അമേരിക്കയുടെ പേരെടുത്തു പറയാതെ ആഞ്ഞടിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കപ്പെടണമെന്നും ഒരു രാജ്യവും ലോക പോലീസായി ചമയേണ്ടതില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചൈന ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 50 വർഷമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള നയതന്ത്ര ബന്ധമാണുള്ളത്. 2023 ചൈനയും വെനസ്വേലയും തമ്മിൽ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും വെനസ്വേലയുടെ സാമ്പത്തിക നട്ടെല്ലായി നിലകൊള്ളുന്നത് ചൈനയാണ്. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം $1.6 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഇതിൽ പകുതിയോളം ക്രൂഡ് ഓയിലായിരുന്നു. ചുരുക്കത്തിൽ വെനസ്വേലയിൽ അമേരിക്കൻ ഇടപെടൽ ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും നയതന്ത്ര വിജയങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെയാണ് വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ നടപടിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളുടെ ആദ്യ സ്ഥാനത്ത് ചൈന വരുന്നതും. ചൈനയെ കൂടാതെ റഷ്യ, ക്യൂബ, ഇറാൻ, സ്പെയിൻ, ബ്രസീൽ, ചിലി, കൊളംബിയ, മെക്സിക്കോ, ഉറുഗ്വ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയുടെ ഈ നിലപാടിനെ അപലപിച്ച് രംഗത്തെത്തിയവരാണ്. അമേരിക്കയുടെ നടപടിയെ അന്താരാഷ്ട്ര ഗുണ്ടായിസം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അമേരിക്കയുടെ ഈ നീക്കം സാമ്രാജ്യത്വ അധിനിവേശമാണെന്നും ലാറ്റിൻ അമേരിക്കയിലെ സമാധാനം തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ക്യൂബയും പറയുന്നു. അമേരിക്കയുടെ നടപടി ലജ്ജാകരമാണെന്നും ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്നതാണെന്നുമാണ് ഇറാൻ പ്രതികരിച്ചത്. വെനസ്വേലൻ മണ്ണിൽ അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായ സൈനിക നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമാണെന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. ഓരോ രാജ്യത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കണമെന്നും സൈനിക ശക്തി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.